കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. നീ നിന്റെ ചിന്തകളെ കാക്കുക, അവയായിരിക്കും നിന്നെയും കാക്കുക. ചിന്തകൾക്ക് അത്രയേറെ പ്രാധാന്യമാണ് ജീവിതത്തിലുള്ളത്. ഭാവിയെക്കുറിച്ച്, ആരായി തീരുമെന്നതിനെക്കുറിച്ച്, ആരെപ്പോലെ ആകണമെന്നതിനെക്കുറിച്ച് കൂടുതൽ മിഴിവോടെ ചിന്തകളെ കാണുക. കണ്ണുള്ള ചിന്തകളാകട്ടെ, തെളിമയുള്ള കാഴ്ചകളാകട്ടെ, ബോറടിയെ മാറ്റാനും അധ്വാനിക്കാനും ലക്ഷ്യസ്ഥാനത്തേക്ക് മുന്നേറാനും നല്ല ചിന്തകൾ നമ്മെ സഹായിക്കുന്നു. ഉയർന്ന ചിന്തകളും ഉറച്ച ലക്ഷ്യങ്ങളുമായി മുന്നേറുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും റേഡിയോ പ്രിയറിലെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സുസ്വാഗതം. ഇന്ന് ടെന്നിയിലെ കൂട്ടുകാരോടൊപ്പം ഇറ്റ്സ് മീ ദിൽന സാജൻ ആൻഡ് അനയ ബിജു. കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. Only a doctor is blessed with the magical powers to treat a life, to bring the health into our lives, and to be there with us when we have lost all our hopes. July 1st has been set aside to celebrate Doctors' Day, as it makes the birth anniversary and death anniversary of Dr. Bidhan Chandra Roy, one of the India's most renowned physicians. He is a recipient of Bharat Ratna and also served as the Chief Minister of West Bengal. Healing hands, caring hearts. ഈ വർഷത്തെ ഡോക്ടേഴ്സ് ഡേയുടെ തീം ഇതായിരുന്നു: സുഖപ്പെടുത്തുന്ന കരങ്ങളും സംരക്ഷിക്കുന്ന ഹൃദയവുമായി നമ്മുടെ ഈ സമൂഹത്തിൽ സേവനം ചെയ്യുന്ന എല്ലാ ഡോക്ടേഴ്സിനും റേഡിയോ പ്രിയറിന്റെ ഒരു ബിഗ് സല്യൂട്ട്. ഡോക്ടേഴ്സ് ഡേയോടനുബന്ധിച്ച് കുനമാവ് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ അലനുമായി നമ്മുടെ ക്ലാസ്സിലെ അനസ്യാട്ടനിൽ നടത്തിയ ഒരു അഭിമുഖ സംഭാഷണം നമുക്കൊന്ന് കേട്ടാലോ? ഹലോ ഡോക്ടർ, നമസ്കാരം. ഒരു ഡോക്ടർ എന്ന നിലയിൽ താങ്കളിന് ഏറെ അഭിമാനമുണ്ടല്ലോ. എന്തായിരുന്നു സാറിനുള്ള പ്രചോദനം? സത്യം പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാനൊരു ഡോക്ടറാകുമെന്ന്. ബയോമാക്സ് എടുത്ത് +1 അഡ്മിഷൻ എടുക്കുമ്പോൾ ആരെങ്കിലും ചോദിച്ച ഒരു എഞ്ചിനീയർ ആകണമെന്നായിരുന്നു എപ്പോഴും എൻ്റെ മറുപടി. എന്നാൽ എൻ്റെ സഹപാഠിയായിരുന്ന ഇപ്പോൾ ഡോക്ടറായി സേവനം ചെയ്യുന്ന ഒരു സുഹൃത്ത് എന്നെ ഒരുപാട് പ്രചോദിപ്പിച്ചിട്ടുണ്ട്. പണ്ട് തൊട്ടേ ആൾ പറയുമായിരുന്നു, ഒരു ഡോക്ടറാകണം, കുറേ സേവനങ്ങൾ ചെയ്യണം, എല്ലാവരെയും ചികിത്സിക്കണം, അസുഖം ഭേദമാക്കണം എന്നൊക്കെ. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ എപ്പോഴും ഒരു പ്രചോദനം തന്നെയായിരുന്നു. എന്നാൽ പിന്നെ എനിക്കും എന്തുകൊണ്ടായിക്കൂടാ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇന്നൊരു ഡോക്ടറായി നിൽക്കെ ഇപ്പോഴും നമ്മൾ ചികിത്സിക്കുന്ന ഓരോ പേഷ്യൻസിൻ്റെയും മുഖത്ത് അവരുടെ അസുഖം ഭേദമാകുമ്പോൾ കാണുന്ന ഒരു ചിരിയുണ്ട്. അതും ഇനിയും കൂടുതൽ നന്നായി ഈ ജോലി ചെയ്യാനായിട്ട് ഒരു പ്രചോദനം തന്നെയാണ്. സാറിന്റെ പ്രൊഫഷണൽ ലൈഫിൽ മറക്കാനാകാത്ത ഒരു അനുഭവം ഞങ്ങൾക്കായി പങ്കുവെക്കാമോ? എളുപ്പം മറക്കാനാകാത്ത കുറേ അനുഭവങ്ങളുണ്ട്. അതിലാദ്യം സന്തോഷവും പിന്നീട് ദുഃഖവും തോന്നിച്ച ഒരു അനുഭവം പറയാം. കുറച്ച് നാൾ മുന്നേ എൻ്റെ ക്ലിനിക്കിൽ നെഞ്ചുവേദനയായിട്ട് എനിക്ക് വളരെ ചെറുപ്പം തൊട്ട് പരിചയമുള്ള ഒരാൾ വന്നിരുന്നു. ആളുടെ ലക്ഷണങ്ങളിൽ സംശയം തോന്നിയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് എത്രയും പെട്ടെന്ന് എന്നെ കാർഡിയോളജിസ്റ്റിനെ കാണാൻ നിർദ്ദേശിച്ചു. എന്നാൽ ആൾ ഒറ്റയ്ക്കായിരുന്നു അന്നേരം വന്നത്. ആളുടെ ബുദ്ധിമുട്ട് കൂടുതലാണെന്ന് മനസ്സിലായപ്പോൾ എന്നാൽ പിന്നെ ഞാൻ തന്നെ അങ്ങ് കൊണ്ടുപോയേക്കാമെന്ന് ഓർത്തു. ആളെ ഞാൻ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്നുള്ള പരിശോധനയിൽ ആൾക്ക് മയോകാർഡിയൽ ഇൻഫാക്ഷൻ, അതായത് ഒരു മേജർ ഹാർട്ട് അറ്റാക്ക് ആണ് വന്നതെന്ന് സ്ഥിരീകരിച്ചു. ആളെ അവിടുത്തെ ICUവിൽ അഡ്മിറ്റ് ചെയ്ത് സ്റ്റേബിൾ ആക്കുകയും ചെയ്തു. ബന്ധുക്കളെ ഏൽപ്പിച്ച് ഞാനും അവിടെ നിന്ന് മടങ്ങി. പിന്നീട് ഒരാഴ്ച കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് ആദ്യം ഈ പേഷ്യൻ്റ് വന്ന് കണ്ടത് എന്നെയായിരുന്നു. നന്ദിയും രേഖപ്പെടുത്തി. ഒരുപാട് സന്തോഷം തോന്നി അന്നേരം. എന്നാൽ പിന്നീട് ഫോളോ അപ്പ് ചെയ്യാനോ മെഡിസിൻ കൃത്യമായി കഴിക്കാനോ ആൾ തയ്യാറായിരുന്നില്ല. കൃത്യം 1 മാസത്തിന് ശേഷം ഇദ്ദേഹം ഇതേ ലക്ഷണങ്ങൾ വന്ന് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണപ്പെട്ടു. ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചിട്ടുണ്ട്. ഒരുപാട് വിഷമം ഉണ്ടാക്കിയ ഒരു അനുഭവം കൂടിയാണത്.
പുതുതലമുറയിലെ കുട്ടികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഫഷനാണല്ലോ ഡോക്ടർ എന്നത്. അവരോട് അങ്ങേക്കുള്ള സന്ദേശം എന്താണ്? ഒരു ഡോക്ടറാകാൻ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന് ഒരുപാട് എഫേർട്ട് ഇടണം. ഈ സബ്ജക്റ്റിനോട് അത്രയും തന്നെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഫീൽഡ് തിരഞ്ഞെടുക്കാവൂ. നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ഒരുപാട് ആശ്വാസവും സന്തോഷവും പകരാൻ സാധിക്കുന്ന ഒരു പ്രൊഫഷൻ തന്നെയാണത്. എന്നാൽ മറ്റേതൊരു പ്രൊഫഷൻ പോലെയും ഏറ്റവും ആത്മാർത്ഥമായ സേവനം നൽകുമ്പോഴേ അത് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടും. അമ്മയുടെ നെഞ്ചിലെ ചൂടും അപ്പന്റെ നെറ്റിയിലെ വിയർപ്പും നമ്മെ ജീവിതത്തിൽ താങ്ങി നിർത്തുന്ന രണ്ട് തൂണുകളാണ് അല്ലേ? അവരോടുള്ള നമ്മുടെ കടമകൾ നമുക്ക് മറക്കാതിരിക്കാം. മനോഹരമായൊരു കവിതയുമായി എത്തുന്നു അലൈന. സുഭാഷ് ചേർത്തല രചിച്ച അമ്മ എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞാൻ ഇന്നിവിടെ ആലപിക്കുന്നത്. മക്കളായി 4 പേരുണ്ടെങ്കിലും അമ്മ ഏകയാണേകയാണിയൂഴിൽ. അച്ഛൻ മറഞ്ഞൊരു കാലം മുതൽക്കമ്മ ഭാരമായി തീർന്നുവോ 4 പേർക്കും. നാഴൂരി മണ്ണും പകുത്തെടുത്ത് മക്കൾ 4 വഴിക്കായി പിരിഞ്ഞുപോയി. അച്ഛൻ്റെ ആത്മാവുറങ്ങുന്ന മണ്ണിലൻ നന്ദിത്തിരെ കൺ തുറന്നതില്ല. ഉള്ളം തുളുമ്പുന്നോരോർമ്മകൾ നോവിൻ്റെ ആഴം പെരുക്കെ ചിതറിച്ചു. ദുശകുനം പോലെ അമ്മയെ കണ്ടോരാ മക്കൾ നടന്നു മറയുന്നതും നോക്കി നെഞ്ചു പൊളിഞ്ഞമ്മ നീറി നിന്നു. ചെല്ലക്കഥകൾ നുകർന്നു രസിച്ചൊരാ പേരക്കിടാവോടി വന്ന നേരം ശാസിച്ചു നിർത്തി മരുമകളെങ്കിലും മുത്തശ്ശിക്കൊപ്പമൊന്നോടിയെത്താൻ കൈനീട്ടി നിന്നു കരഞ്ഞു പൈതൽ. അന്യയായമ്മൂമ്മ നൊന്തു നിൽക്കേ വിങ്ങി നുറുങ്ങിയോ കുഞ്ഞിൻ മനം. നിർമ്മലർ ബാല്യമേ നിന്നിൽ പക നട്ടൊരച്ഛനും അമ്മയും എന്തു നേടി. മക്കളെ ഓർക്കുക തീരാത്ത ദുരിതമായി നിങ്ങളെ ചൂഴുന്ന താപമായി തീരുമീ മാതൃശാപം. ആരോ വിലഹിട്ടൊരാ 4 കെട്ടിൻ്റെ നോവു പോലമ്മ പകച്ചു നിന്നു. പോകാനിടമില്ല എന്നൊരു ദുഃഖമല്ലമ്മതൻ നെഞ്ചിൽ തിളച്ചതപ്പോൾ. മഴയിലും പൊള്ളുന്ന പകലിലും മക്കൾക്കായി ഓടിത്തളർന്നൊരാ അച്ഛൻ്റെ രൂപമാണമ്മയെ വന്നു പൊതിഞ്ഞതപ്പോൾ. അച്ഛനുണ്ടായിരുന്നെങ്കിലെന്നായമ്മ ഉള്ളം തപിച്ചു കുതിച്ചു പോയി. അച്ഛൻ മറഞ്ഞതിൽ പിന്നെ ഈ അമ്മയെ എന്തേ കിടാങ്ങൾ മറന്നുപോയി. എന്തേ കിടാങ്ങൾ മറന്നുപോയി. നന്ദി. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. ജൂലൈ 5 ബഷീർ ദിനം. കഥാകൃത്തും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചരമദിനമാണ് നാം ബഷീർ ദിനമായി ആചരിക്കുന്നത്. ബേപ്പൂർ സുൽത്താൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. സാധാരണക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും ചിന്തകളും വികാരങ്ങളുമായിരുന്നു അദ്ദേഹത്തിൻ്റെ സാഹിത്യലോകം. ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, ശബ്ദങ്ങൾ, എൻ്റെ ഉപ്പുപ്പായ്ക്കൊരാനയുണ്ടായിരുന്നു എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. അദ്ദേഹത്തിൻ്റെ പാത്തുമ്മയുടെ ആടിലെ ശബ്ദലേഖനമാണിവിടെ ദീപ്തിയും മാളവികയും നമുക്കായി പങ്കുവയ്ക്കുന്നത്.
ഇളം ചുവപ്പിൽ മുങ്ങിയ വലിയ മഞ്ഞുതുള്ളികൾ പോലെ പച്ചിലകളുടെ ഇടയിൽ ചാമ്പങ്ങ ഇറിങ്ങില് പോലെ കിടപ്പുണ്ട്. എന്തു ചെയ്യും? ആട് 2 പിൻകാലുകളിൽ ഉയർന്നു നിന്ന് താഴ്ന്ന കൊമ്പിലുള്ള ചാമ്പങ്ങ തിന്നാൻ നോക്കും. എത്തുന്നില്ല. ആരാണ് ഈ ചാമ്പമരത്തിന് താഴ്ന്ന കൊമ്പുകൾ മുകളിലേക്ക് വലിച്ചു കെട്ടിയത്? അങ്ങനെ ഓർത്തു നിൽക്കുമ്പോൾ പഴുത്ത ഒരു പ്ലാവില വീഴും. ആട് മുറ്റത്തേക്ക് ഓടിച്ചെന്ന് അത് നക്കിയെടുത്തു. രുചിയോടെ ചവച്ചു തിന്നും. അപ്പോഴേക്കും ഉമ്മായോ കുഞ്ഞാനുമ്മയോ ഐഷമ്മയോ ആനുമ്മയോ മുറ്റടിക്കാൻ ചൂലുമായി വരും. ആട് ഓടി പുരയ്ക്കകത്ത് കയറി അവിടെ ഒക്കെ അങ്ങനെ പരതി നടക്കും. ഇതാരുടെ ആട്? എന്തൊരു സ്വാതന്ത്ര്യമാണ് കാണിക്കുന്നത്! എവിടെയെല്ലാം കേറുന്നു, എന്തെല്ലാം ചെയ്യുന്നു, എന്നിട്ട് ആരും ഒന്നും മിണ്ടുന്നില്ല. കേൾപ്പോരും കേൾവിയില്ലാത്തതുമായ ഒരു വീട്. ചാരുകസരയിൽ ഞാൻ മുൻവശത്തെ വരാന്തയിലിരിക്കുമ്പോൾ മുറിയിൽ ആരോ കടലാസ് വലിച്ചു കീറുന്ന ശബ്ദം കേട്ടു. ഞാൻ ചെറുവാതിലിലൂടെ നോക്കി. അത്ഭുതം! ആ ആട് എന്റെ കിടക്കയിൽ കയറി നിന്നുകൊണ്ട് പുസ്തകം തിന്നുകയാണ്. പെട്ടിപ്പുറത്ത് ബാല്യകാല സഖി, ശബ്ദങ്ങൾ എന്നീ 2 പുസ്തകങ്ങളുടെ പുതിയ പതിപ്പിന്റെ ഓരോ കോപ്പി ഇരിപ്പുണ്ടായിരുന്നു. അതിൽ ബാല്യകാല സഖിയാണ് ഇപ്പോൾ അത് സാപ്പിടുന്നത്. മുൻകാലുകൊണ്ട് ചവിട്ടിയിട്ട് 2-3 പേജുകളായി നക്കി നക്കി വായിലേക്ക് സ്റ്റൈലായി ചവച്ചു തിന്നുകയാണ്. തിന്നട്ടെ, നല്ല ആട് തന്നെ. ശബ്ദങ്ങൾ ഇരിപ്പുണ്ടല്ലോ. ഘോരഘോരമായ വിമർശന പീരങ്കിയുണ്ടകളേറ്റ ചെറു പുസ്തകമാണ്. എങ്കിലും സംഗതി ഭീകരം. ആ പുസ്തകം തിന്നാൻ ഈ ആട് ധൈര്യപ്പെടുമോ? യാതൊരു സങ്കോചവുമില്ലാതെ ബാല്യകാല സഖി അകത്തായി. ഉടനെ ശബ്ദങ്ങൾ തുടങ്ങി. 2-3 മിനിറ്റ് കൊണ്ട് മുഴുവനും സാപ്പിട്ടു. എന്നിട്ട് ആട് എന്റെ പുതപ്പ് തിന്നാൻ തുടങ്ങി. ഉടനെ ഞാൻ ചാടി ഇറങ്ങി ഓടിച്ചെന്നു. ഹേ അജസുന്ദരി, ഭവതി ആ പുതപ്പ് തിന്നരുത്. അതിന് 100 രൂപ വിലയുണ്ട്. അതിന്റെ കോപ്പി എന്റെ പക്കൽ വേറെയില്ല. എന്റെ പുസ്തകങ്ങൾ ഇനി വേറെയുമുണ്ട്. ഭവതിക്കെല്ലാം വരുത്തി സൗജന്യമായി തരാം. എന്നിട്ട് ആടിനെ ഓടിച്ച് പുറത്താക്കി. അത് പ്ലാവിൻ ചുവട്ടിലേക്ക് ഓടി. അവിടം 4-3 ഇലകൾ വീണു കിടപ്പുണ്ട്. മൂപ്പത്തി അതെല്ലാം തിന്നുകയാണ്. ഞാൻ ഉമ്മയെ വിളിച്ചു ചോദിച്ചു, ആരാണത് ഉമ്മ ഈ ആട്? ഞമ്മടെ പാത്തുമ്മയുടെ ആടാ. അതാണല്ലേ ഇതിന് ഇത്ര സ്വാതന്ത്ര്യം? പാത്തുമ്മയുടെ ആടാണ്. സംഗതി വ്യക്തമായി. നേരം വെളുക്കുന്നതിന് മുമ്പ് പാത്തുമ്മ അതിനെ അഴിച്ചുവിടും. അവര് മുറ്റോടിച്ച് ആ പെലവല മുഴുവനും കളയണതിനു മുമ്പ് ചെന്നു തിന്ന് വയറു നിറയേണ്ട പൊന്നാടേ എന്നുപദേശിക്കും. ആട് നേരെ ചൊവ്വേ പബ്ലിക് റോഡിലൂടെ വീട്ടിലേക്ക് വരും. എന്നിട്ടാണല്ലേ മേട് കുശാൽ. രുചിയേറും ഭക്ഷണം കഴിക്കാൻ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. കുഞ്ഞു കുഞ്ഞു ടിപ്സിലൂടെ നാം ഡെയിലി കഴിക്കുന്ന ഭക്ഷണം വെറൈറ്റിയാക്കാൻ നമുക്ക് സാധിക്കുമല്ലോ. അതുപോലെയുള്ളൊരു കുക്കിംഗ് റെസിപ്പിയുമായി വരുന്നു മെൽവിൻ. ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ദോശ ഉണ്ടാക്കിയാലോ. നാം ദോശയും ഇഡ്ഡലിയും സാധാരണമായി കഴിക്കുന്നതാണ്. അതുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മാവ് ഉപയോഗിച്ച് ഇന്നൊരു സ്പെഷ്യൽ ദോശ ഉണ്ടാക്കാം. ഇതുണ്ടാക്കാൻ നമുക്ക് വേണ്ട സാധനങ്ങളാണ് ദോശമാവ്, മുട്ട, സവാള, തക്കാളി, പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതിൽ മുട്ടയും മറ്റ് ഇൻഗ്രീഡിയൻസും ചേർന്ന് ഒരു മിക്സ് തയ്യാറാക്കാം. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. ഇതിൽ എണ്ണ തേക്കണം. ഇനി ഒരു ദോശ പരത്തുക. ഇതിന് മുകളിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മിക്സ് കുറച്ച് ഒഴിക്കുക. എന്നിട്ട് മൂടി വെച്ച് നന്നായി വേവിക്കുക. കുറച്ച് കഴിഞ്ഞ് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്ത ചീസോ അല്ലെങ്കിൽ കുറച്ച് കെച്ചപ്പോ ആവാം. ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യണേ. കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. നല്ല ഗാനങ്ങൾ എന്നും നമ്മെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാറുണ്ട് അല്ലേ? ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മുടെ പാദങ്ങൾ നാം പോലും അറിയാതെ ചുവട് വെച്ച് പോകാറുമുണ്ട്. നമുക്കിനി ഒരു അടിപൊളി ഗാനം ശ്രവിച്ചാലോ? ഗാനവുമായി ആൻമോൾ കൂട്ടുകാരൻ. ഓഹോ കാതൽ കവിയേ, നീ നരുകിൽ വന്നാലേ ഉലകം ഏനിരുളിത് പകലിരവായി മാറുതേ. അലിവിനെല്ലാം മലൈந்து தொலைந்து போவேன நீ வெண்பனியே தீயில் சுவையும் நீ உன்னை மெது மெதுவாக பயணங்கள் போல தொடங்கிடவா. மனமுருகலம் கொதிகலனாக தவறுகளின் சரியன மாற தொலைவுகளே தொலைப்போம் ஒன்றாய் வா. மனமுருகலம் கொதிகலனாக தவறுகளின் சரியன மாற தொலைவுகளே தொலைப்போம் ஒன்றாய் வா.
ராட்சசி கூச்சம் காணலையோ உன்மறைவுகளும் முத்தம் கேட்கிறதையோ ஒரு வேதியில் மாற்றம் உன்னை கண்டால் ஏதோ நடக்கிறது உன்னிடையில் ஒரு செல்ல உன்னிமகள் ஏதோ துடிக்கிறதே காதல் என் கவியே நீ அருகில் வந்தாலே உலகம் ஏன் இருளுது பகலிரவாய் மாறுது அறிவினில் எல்லாம் வளைந்து தொலைந்து போவேனா நீ வெண்பனே தீயின் சுவையும் நீ உன்னை மெது மெதுவாக பயணங்கள் போல தொடங்கிடவா மனமுருகன புதிகலனாக தவறுகளின் சிறியன மாற தொலைவுகளை தொலைப்போம் ஒன்றா மனமுருகன புதிகலனாக தவறுகளின் சிறியன மாற தொலைவுகளை தொலைப்போம் ஒன்றாய் வா. കഥകൾ കേൾക്കാൻ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? നല്ല കഥകൾ എന്നും നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കാറുണ്ട്. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ഒരു കഥ നമുക്കായി പങ്കുവയ്ക്കാൻ പോകുന്നത് അക്ഷയ്. വിനയത്തിൻ്റെ രാജകുമാരൻ. വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പ്രഭാതം 2 വെള്ളക്കാർ ബാപ്പുജിയെ കാണാൻ സബർമതി ആശ്രമത്തിലെത്തി. കോട്ടും സൂട്ടുമൊക്കെ ധരിച്ച് വലിയ പത്രാസിലായിരുന്നു അവരുടെ വരവ്. ആശ്രമത്തിലെ കിണറ്റിനരികിൽ ഒരു വൃദ്ധൻ നിന്ന് തുണി ഒഴുകുന്നത് അവർ കണ്ടു. ഗാന്ധിജി ഇവിടെയില്ലേ? സായിപ്പന്മാർ ചോദിച്ചു. അല്പനേരം ആ ബെഞ്ചിലിരിക്കൂ, അദ്ദേഹം ഇപ്പോൾ വരും, അലക്കുകാരൻ പറഞ്ഞു. സായിപ്പന്മാർ 2 പേരും ആശ്രമത്തിൻ്റെ പൂമുഖത്തുള്ള ബെഞ്ചിലിരുന്നു. വൃദ്ധൻ തൻ്റെ തുണി കഴുകൽ കുറേ നേരം തുടർന്നു. എല്ലാം കഴുകി വിരിച്ച ശേഷം വൃദ്ധൻ അവരുടെ അരികിൽ വന്നു. എന്താ വിശേഷം? കേൾക്കട്ടെ. ഞങ്ങൾ ബാപ്പുജിയോടൊപ്പം താമസിച്ച് ചില കാര്യങ്ങൾ പഠിക്കാൻ വന്നതാണ്. അദ്ദേഹം എത്തിയോ? എത്തിയല്ലോ. ഞാൻ തന്നെയാണ് ബാപ്പുജി. എന്താ വേണ്ടെന്ന് പറഞ്ഞോളൂ, വൃദ്ധൻ നേരത്തെ പുഞ്ചിരിയോടെ അറിയിച്ചു. അതോടെ സായിപ്പന്മാർ ചാടി എഴുന്നേറ്റ് അദ്ദേഹത്തെ നമസ്കരിച്ചു. ഇത്രയും നേരം തുണി അഴുകി നിന്നത് ഗാന്ധിജിയാണെന്ന് വിശ്വസിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇത്രയും മഹാനായ ഒരാൾ തുണി കഴുകുകയോ? വെള്ളക്കാരുടെ അമ്പരപ്പ് കണ്ട് ബാപ്പുജിക്ക് കാര്യം മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, ചങ്ങാതിമാരെ, ഞാൻ തുണി കഴുകുന്നത് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടാകാം അല്ലേ? ഈ സബർമതി ആശ്രമത്തിൽ എല്ലാവരും തുല്യരാണ്. ഇവിടെ വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ല. സ്വന്തം വസ്ത്രങ്ങൾ അലക്കുകയും പാത്രങ്ങൾ കഴുകുകയും മുറി വൃത്തിയാക്കുകയും ടോയ്ലറ്റുകൾ ശുചീകരിക്കുന്നതുമെല്ലാം ഇവിടുത്തെ ഓരോ അന്തേവാസിയുമാണ്. സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്തവർക്ക് എങ്ങനെ മറ്റുള്ളവരെ സേവിക്കാൻ കഴിയും? ഉയർന്ന ചിന്തയും ലളിത ജീവിതമാണ് ഒരാളെ കൂടുതലായി ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നത്. ബാപ്പുജിയുടെ വാക്കുകൾ അവരുടെ മനസ്സിൽ പുതിയ വെളിച്ചമായി നിറഞ്ഞു. കുറേ നാൾ ആശ്രമത്തിൽ താമസിച്ച് അവരുടെ എളിമയുടെയും കാരുണ്യത്തിൻ്റെ പാഠങ്ങൾ നന്നായി പഠിച്ചു. അവിടെ നിന്ന് യാത്രയാകുമ്പോൾ അവർ പറഞ്ഞു, ബാപ്പുജി, അങ്ങാണ് വിനയത്തിൻ്റെ രാജകുമാരൻ. അങ്ങയോടൊപ്പം ജീവിച്ച ലാളിത്യവും എന്തെന്ന് ഞങ്ങൾക്ക് അനുഭവിച്ചറിഞ്ഞു. ഞങ്ങളെ അങ്ങ് പുതിയ മനുഷ്യരാക്കി. അങ്ങേക്ക് നമോവാകാം. പ്രിയ കൂട്ടുകാരെ, ഉയർന്ന ചിന്തയും ലാളിത്യ ജീവിതവും നമുക്ക് പിന്തുടരാം. അങ്ങനെ വിനയത്തിൻ്റെ രാജകുമാരന്മാരായി നമുക്ക് മാറാം. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തൻ നാദം, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഈ ഒരാഴ്ച നമ്മുടെ സ്കൂളിലെ പ്രധാന സംഭവങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് കൂട്ടുകാർക്കറിയണ്ടേ? സ്കൂൾ ന്യൂസുമായി ആൻമരിയ ജോസഫ്. സെന്റ് ഫിലോമിനാസ് ഹൈസ്കൂൾ കുന്നുമാവിലെ ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. KCSS സ്കൂൾ തല ഉദ്ഘാടനം. കുന്നുമാവ് സെന്റ് ഫിലോമിനാസ് ഹൈസ്കൂളിലെ 2024-25 അധ്യയന വർഷത്തെ KCSS പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ജൂലൈ 5-ന്.
വോയിസ് ഡയറക്ടർ ഫാദർ ജോസ് ഡൊമിനിക് നിർവഹിച്ചു. അന്നേ ദിവസം സെന്റ് ഫിലോമിനാസ് ദേവാലയത്തിൽ വൈകിട്ട് 3 മണിക്ക് ദിവ്യബലിയും തുടർന്ന് ഉദ്ഘാടനവും KCSL പ്ലസ് ആന്തം എന്നിവ നടത്തി. വായനവാര ആഘോഷങ്ങളോട് അനുബന്ധിച്ച് ഈ ആഴ്ച ഇന്ത്യവരമായി ആഘോഷിച്ചു. അസംബ്ലിയോടൊരുമിച്ച് കവി പരിചയം, കവിതാലാപനം എന്നിവ നടത്തി. ബഷീർ ദിനാഘോഷം ജൂലൈ 5 ബഷീർ ദിനത്തോടനുബന്ധിച്ച് UP ഹൈസ്കൂൾ വിഭാഗങ്ങൾക്കായി ബഷീർ കഥ, സന്ദർഭ ചിത്രീകരണം, പ്രശ്നോത്തരി തുടങ്ങിയ മത്സരങ്ങൾ നടത്തി. ബഷീറിന്റെ ജീവചരിത്രം കുട്ടികൾക്കായി പരിചയപ്പെടുത്തി. ക്ലബ് ഇനാഗുറേഷൻ 2024-25 സെന്റ് ഫിലോമിനാസ് ഹൈസ്കൂൾ വിവിധ ക്ലബ്ബുകളുടെ സ്കൂൾ തല ഉദ്ഘാടനം ജൂലൈ 5 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം HM ശ്രീമതി മിനി ഏലിയാസ് ടീച്ചർ നിർവഹിച്ചു. എല്ലാ ക്ലബ്ബുകളിൽ നിന്നുള്ള പ്രതിനിധികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു. സീനിയർ അസിസ്റ്റന്റ് സാലിപോൾ ടീച്ചർ, ക്ലബ് ഇൻചാർജ് ടീച്ചേഴ്സ്, ക്ലബ് ഭാരവാഹികൾ എന്നിവർ പ്രോഗ്രാമിന് നേതൃത്വം വഹിച്ചു. വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം. വിശ്വപ്രസിദ്ധനായ റഷ്യൻ സാഹിത്യകാരൻ ദസ്തയേവ്സ്കിയെ വെടിവെച്ച് കൊല്ലാനുള്ള സർ ചക്രവർത്തിയുടെ കൽപ്പന നിറവേറ്റുകയായിരുന്നു ആ തടവറയുടെ അങ്കണത്തിൽ. തങ്ങളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനെ അവസാനമായി ഒന്ന് കാണാൻ ആരാധകർ മതിലിന് പുറത്തുനിന്നും എത്തി നോക്കി. ലോകം മുഴുവൻ ആദരിക്കുന്ന കഥാകാരൻ ഇതാ ഇല്ലാതാകാൻ പോകുന്നു. അന്തരീക്ഷം ശോകമൂകമായി. ശാന്തമായ പ്രസന്നത മായാത്ത മഹാനായ എഴുത്തുകാരൻ മരണം കാത്തുനിന്നു. വെടിയുതിർക്കാൻ ഇനി ഒരു നിമിഷം മാത്രം മതി. പെട്ടെന്ന് ജയിൽവാതിൽ തുറന്നുകൊണ്ട് സർ ചക്രവർത്തിയുടെ ദൂതൻ കുതിരപ്പുറത്ത് പ്രത്യക്ഷപ്പെട്ടു. വെടിവെക്കരുത്! ദൂതൻ അലറി വിളിച്ചുകൊണ്ട് ദസ്തയേവ്സ്കിയെ സ്വതന്ത്രനാക്കാനുള്ള ചക്രവർത്തിയുടെ ഉത്തരവ് ജയിലർക്ക് കൈമാറി. ഒരു നിമിഷം കൂടി വൈകിയിരുന്നെങ്കിൽ ആ ഉത്തരവ് പാഴാകുമായിരുന്നു. ആ നിമിഷത്തിന്റെ വില ഒരു വലിയ എഴുത്തുകാരന്റെ ആയുസിന്റെ വിലയായിരുന്നു. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ സമയത്തിന്റെ വില തിരിച്ചറിയുന്നവരാണോ? ഒരു നിമിഷം, ഒരു മണിക്കൂർ, ഒരു ദിവസം വൈകിയിരുന്നുവെങ്കിൽ സംഭവിക്കാനിരുന്ന പല ദുരനുഭവങ്ങളും നമുക്കുണ്ടാകുമായിരുന്നു. ജീവിതത്തിലെ ഓരോ സെക്കൻഡും ദൈവം നമുക്ക് നൽകിയ വിലപ്പെട്ട മുത്തുകളാണ്. അവയുടെ വില അറിഞ്ഞ് ചിലവഴിക്കുന്നവന് മാത്രമേ ജീവിത ലക്ഷ്യം നേടാനാകൂ. ഇന്നത്തെ റേഡിയോ പ്രിയർ ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇറ്റ്സ് മീ അനയ ബിജു ആൻഡ് ദിൽന സാജൻ സൈനിങ് ഓഫ്. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ.